ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും ഒരു ചക്ക റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റെസിപ്പി കൂടിയാണ്. ചക്ക പ്രഥമനാണ് ഇന്നത്തെ ഐറ്റം. ഇതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ചക്ക വിഭവങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്പൈസി ആയിട്ടുള്ളതും സ്വീറ്റ് ആയിട്ടുള്ളതും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കൂ. അപ്പം ഇന്നത്തെ ചക്ക റെസിപ്പി എന്ന് പറഞ്ഞാൽ ചക്കപ്രഥമൻ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്കപ്രഥമനാണ് ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. ചക്കപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 തേങ്ങ ചിരവിയതും കുറച്ച് ചക്കയും ശർക്കരയും തേങ്ങയും അതുപോലെ കുറച്ച് ഏലക്കായും, തേങ്ങ കൊത്താക്കി അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ്. അപ്പോൾ ഈ കുക്കറിലാണ് നമ്മൾ പായസം വയ്ക്കാൻ പോകുന്നത്. അപ്പം ചക്ക നമ്മളിതുപോലെ അതിൻ്റെ കുരുവും ചവണിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ നീളത്തിലാക്കി വെറുതെ കൈ കൊണ്ട് പിച്ചിട്ടാലും മതി. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണാക്കി മുറിച്ചിടാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ചക്ക വരട്ടേണ്ട ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാനിവിടെ ഒരു 5 ശർക്കരയാണ് ഇത്രയും ചക്കയിലൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് വിസിലെടുത്ത് അടിക്കാൻ പോവാണ്. നല്ലോണം ഒരു 2-3-4 വിസിലടിച്ചോട്ടെ, എന്നാലും ചക്ക നന്നായി വേവുള്ളൂ. ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. 2 പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 2ാം പാലും 1ാം പാലും. മിക്സിയിലടിച്ച് പാലെടുത്ത് വയ്ക്കാം. അപ്പം കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഒരു 3-4 വിസിൽ വന്നാൽ മാത്രമേ ചക്ക നന്നായി വേവുള്ളൂ. അപ്പോൾ ചക്ക നന്നായി വെന്തിട്ടുണ്ട്. അഥവാ നിങ്ങൾ വിസിലടിച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ വെന്തില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ വെച്ച് നന്നായി വേവിച്ചെടുക്കണം. തീരെ കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് തേങ്ങയുടെ 2ാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം 1ാമത്തെ പാലും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഏലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പണി. ഇനി ഇതൊന്ന് വറുത്തിടുകയും കൂടെ ചെയ്താൽ പായസം റെഡിയായി. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. നമ്മളൊരു ചീനച്ചട്ടിയിൽ നെയ്യോ വെളിച്ചെണ്ണയോ നമുക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അതെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് കടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ പായസത്തിൻ്റെ ടേസ്റ്റ് വരിക. നമ്മൾ കുടിക്കുമ്പോൾ ചെറുങ്ങനെ ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കണം. കൊട്ടത്തേങ്ങയാണ് ഏറ്റവും ബെസ്റ്റ്. അതില്ലെങ്കിൽ സാധാ തേങ്ങ എടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ചക്കപ്രഥമൻ? വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്രഥമൻ ഞങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ രശ്മി മനോജ് കുമാർ സൈനിങ് ഓഫ്.